എന്റെ ചാനലിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയും ഏറ്റവും കൂടുതലുള്ള ഞാൻ കാന്താര ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ ആ ഒരു കാന്താര ബേസ്ഡ് ആയിട്ട് വീഡിയോസ് ഇറക്കുമ്പോൾ തന്നെ കാന്താര 2 ഇറങ്ങുമ്പോൾ എന്തായിരുന്നാലും പോയി കാണുമെന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ഒരു കണ്ട സിനിമ. ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ഒരു മാക്സിമം പോയാലും മലയാളം തമിഴ് സിനിമയാണ് ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി കാണുന്നത്. പക്ഷേ ഈ ഒരു അന്യഭാഷ സിനിമ അത് മലയാളത്തിലോട്ട് ഡബ് ചെയ്തത് ഞാൻ അങ്ങനെ കാണാറില്ല. കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമ കാന്താരയാണ്. സീരിയസ്ലി ഗൈസ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാന്താര 2 എന്ന് പറയുന്നത്. കാന്താര 2 ചാപ്റ്റർ 1 എന്ന് പറയുന്ന ആ ഒരു ഫിലിം. അത് മാത്രമല്ല നല്ല രീതിയിൽ ഒരു വിഷ്വലൈസ് ചെയ്ത് കാന്താരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാന്താര 2 തന്നെയാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കാന്താര എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടല്ല ഈ ഒരു സിനിമ പോയിട്ടുള്ളത്. അതിന് മുമ്പ് നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ബ്രീഫിലി എക്സ്പ്ലെയിൻ ചെയ്ത് ഇറങ്ങിയ ഒരു സിനിമ. കംപ്ലീറ്റ്ലി ഒരു ഹിന്ദു ഗോഡ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ സീരിയസ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു. നമ്മൾ ഈ ടീസറിൽ കാണുന്ന ഒരു സംഭവമല്ല സിനിമകൾ. അത് ഭയങ്കരമായിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ട് ചെയ്ത് ഇറക്കി പക്ക ഒരു കിട്ടുന്ന സിനിമ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് സീനൊക്കെ ഫൈറ്റ്സ് ഒക്കെ ആണെങ്കിലും കിട്ടില്ല. അതും കാന്താര ഫസ്റ്റിൽ ആ ഒരു സെയിം കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊരു നമ്മളെ ബാഹുബലി കോൺസെപ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. കാരണം വെച്ചാൽ ഒരു രാജ്യത്ത് നടന്ന സംഭവങ്ങൾ, ഒരു രാജാവിന്റെ കീഴിൽ നടന്ന സംഭവങ്ങൾ അതൊക്കെയാണ്. പക്ഷെ ഇതിന്റെ കാസ്റ്റിംഗ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതിലെ മെയിൻ വില്ലൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ സ്പോയിലർ പറയുന്നില്ല. മെയിൻ വില്ലൻ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്ത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയിരുന്നാൽ പോലും ഈവൻ ചില മൃഗങ്ങൾ വരെ ഇതിൽ വരും. അതുവരെ പക്ക പെർഫെക്ഷൻ ആയിട്ട് ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എടുത്തു വെച്ചിരിക്കും പോലെ. എനിക്ക് തോന്നുന്നു കൽക്കിയേക്കാളും സിനിമയാണിത്. കൽക്കിയായിട്ട് ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യണമല്ല. കൽക്കി എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈലി നല്ല ബഡ്ജറ്റ് ആയിട്ടുള്ള സിനിമയില്ല. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ. അതാണെങ്കിലും അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകൾ ടീസറിലോട്ട് നമ്മൾ ഒരു ടീസർ കാണുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് കിട്ടുമല്ലോ. ആ ഒരു കോൺസെപ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ സിനിമ. അതൊന്നും പറയുന്നത് ആ ഋഷഭ് ഷെട്ടിയൊക്കെ ആണെങ്കിൽ പക്ക ഇമാരൊരു സീനൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് ക്യാമറ പാളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് ഒരു സിനിമയിൽ എല്ലാ ഭാഗവും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല, കുറച്ച് നെഗറ്റീവും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ അതിൽ മരിച്ചുപോയ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റില് നമ്മൾ എഴുതി കാണിക്കും അവർക്ക് നന്ദി. അതൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുത്തു. പക്ഷെ എന്തൊക്കെ നോക്കിയാലും ഇവര് പറഞ്ഞ ഒരു സ്ഥിതി അനുസരിച്ച് പല ട്രോൾസ് മേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കാന്താര ഫസ്റ്റ് കാണുന്നവര് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ച് പേടിച്ച് പോയത്. പക്ഷെ ഓക്കെ, നല്ലൊരു സിനിമ. ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാന്താര കണ്ടിട്ടേ നിങ്ങൾ പോവാവും. കാന്താര കാണാതെ കാന്താര 2 പോയാൽ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, കാന്താര എന്ന് പറയുന്ന സിനിമ 2022 ഇറങ്ങിയ സിനിമയുടെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല, അതിന് മുമ്പ് നടന്ന ഒരു സംഭവമായിട്ട് പോയതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇറ്റ്സ് എ റിയൽ ബേസ്ഡ് സിനിമ. കാരണം ഒറിജിനൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ട് ഒരു കാട്ടിന്റെ കീഴിലുള്ള കാട്ടു മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവിടെ ദൈവം അങ്ങനത്തെയൊക്കെ വെച്ച് കോൺസെപ്റ്റിൽ നല്ല രീതിയിൽ തന്നെ എഴുതി പിടിപ്പിച്ച് നല്ല സ്ക്രിപ്റ്റിൽ ചെയ്തിറക്കിയത്. ഹമ്പിൾ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് KGF ഒക്കെ ഇറങ്ങിയ ഈ സിനിമയുടെ പ്രൊഡക്ഷനിലാണ്. അപ്പോൾ ആ ഒരു 100% നീതി പുലർത്തിയ സിനിമകൾ ആണ് ആ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ. ഇങ്ങനെ നോക്കിയാലും ബെറ്റർ ആയിട്ടുള്ള സിനിമ. സോ എന്താ ഞാൻ പറയുന്നത്, കാണാം. പിന്നെ കൊച്ചു പിള്ളേരായിട്ട് ഒരിക്കലും പോലും എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഞാൻ തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയൊരു സിനിമയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ വരുന്ന ഇതാണ്. നമ്മൾ സിനിമ കണ്ട് ലയിച്ചു വന്നിരിക്കുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കും, ആ കൊച്ചി കിടന്ന് കരക്കി, അതെന്റെ ചെവിയിലടുത്ത് കിടന്ന് മുഴങ്ങും. ഇതിന്റെ സൗണ്ടും ആ കൊച്ചിന്റെ സൗണ്ടും കൂടെ എല്ലാം കൂടെ ഭ്രാന്തം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ട് പറയാം. അത് സിനിമയുടെ നെഗറ്റീവ് അല്ല, എനിക്ക് അടുത്തിരുന്ന ആളെ നെഗറ്റീവാണ്. നമുക്കൊന്നും പറയാനും പറ്റില്ല, വ്യാപാരികയില്. സോ എന്തായിരുന്നാലും മസ്റ്റ് കാണുന്ന ഒരു സിനിമ. നിങ്ങള് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെ ആ ഒരു ആക്ടർ ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. പോയി കാണുക.